ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോസ് ഒന്നും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇക്കായും കൂടി ഇന്ന് കിച്ചണിൽ കയറി ഈവനിങ് സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഏത്തപ്പഴം, അത് പച്ചക്കറിയിൽ കിടന്ന പച്ചക്കായ പഴുത്തതാണ്. അപ്പോൾ ആണെങ്കിൽ അതാണെങ്കിൽ തികയൂല. അപ്പോൾ ഞാൻ പിന്നെ ഇക്കാനെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെയും ഇക്ക പോയി പഴം വാങ്ങിക്കൊണ്ടുവന്ന് ഇക്ക തന്നെ തേങ്ങ ചിരണ്ടി തന്ന് ലാലേട്ടൻ്റെ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് നെയ്യ് ഒഴിച്ചിട്ട് പഴം വഴറ്റിയെടുത്തിട്ട് പിന്നെ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് ഇങ്ങനെ വഴറ്റിയെടുക്കണേണ്. കൊള്ളായിരുന്നു സംഭവം കേട്ടോ. കുറേ നാളുണ്ട്, അത് കുറേ ഷോർട്സിലൊക്കെ ഞാൻ കണ്ട് അത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം കുറേ നാളായി. പിന്നെ ഈ ശർക്കര ചേർത്തിട്ടുള്ള എന്തൊരു പലഹാരമാണെങ്കിലും എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനോട്, പായസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ തേങ്ങ ചിരണ്ടണത് ഇക്കായണ്ട, സ്ഥിരം ഇക്ക തന്നെയാണ് തേങ്ങ ചിരണ്ടി തരാറ് എനിക്ക്. പിന്നെ ഞാനിക്കായിട്ടൊക്കെ ചെറിയ പിണക്കങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഞാൻ പിന്നെ പറയൂല കേട്ടോ. അപ്പം പറഞ്ഞാലും അപ്പം ചെയ്തു തരൂല, അത് വേറെ കാര്യം. അപ്പം പിന്നെ അതൊക്കെ ചെയ്ത് ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സമയം ഇക്കാനോട് ചോദിച്ചേ ഇനിയിപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കാവോ എന്ന് ചോദിച്ചത്. അപ്പോൾ കുറേ നീ അത് എന്നോട് ചോദിക്കണം, നീ ലാലേട്ടനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ. അതങ്ങനെ ഒരു ചെറിയ കോമഡി. പിന്നെ ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ വഴറ്റി തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടാണ്. പിന്നെ ഇത് എനിക്കും ഇക്കാക്ക് ഇഷ്ടമായിട്ടാണ്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയില്ല. ഒത്തിരി അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മട്ടിക്കണുണ്ടായിരുന്നു. കുറച്ചൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി. ഈ ഒരു തവി ഞാൻ എറണാകുളത്ത് മറ്റേ എക്സ്പോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ചിരട്ട തവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എല്ലാത്തിനും ഇത് ഞാൻ എടുക്കും. ഇപ്പോൾ 2-3 എണ്ണം വാങ്ങിയായിരുന്നു ഞാൻ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് ഒരു സ്പൂണും വെച്ചിട്ട് പിന്നെ ഞാൻ ചായ എടുത്തിട്ടുണ്ടായി. ചായ ഞങ്ങൾക്ക് 2 പേർക്കും ചായ എടുത്ത് ടേബിളിൽ ഇരുന്ന് കുടിക്കാനൊരു സുഖം തോന്നിയില്ല. അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് സെറ്റിയിൽ പോയിരുന്ന് കഴിക്കാം എന്നും പറഞ്ഞിട്ട് പിന്നെ സെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കണേ കേട്ടോ. സെറ്റിയിലിരുന്നൊന്നും ഞങ്ങൾ കഴിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ സെറ്റിയിൽ കൊണ്ടുവന്ന് വെക്കണേണ്. അപ്പം ഞാൻ ആദ്യം കൊണ്ടുവന്ന് പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ അവിടെ ഉണ്ടായി, അത് പോയി ഇക്ക എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങൾ 2 പേരും കഴിച്ച് നോക്കി. അപ്പോൾ ആദ്യം ഇക്കായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടം തോന്നും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ പറ്റണില്ല, മട്ടിച്ച് പോകണം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ എല്ലാവരും ഐസ്ക്രീം ചേർക്കണം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എനിക്ക്